ഇന്ത്യ മുന്നണിയിൽ വിള്ളൽ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം സഖ്യ പാർട്ടികൾ തമ്മിൽ കാര്യമായ ചർച്ചകളൊന്നും നടക്കുന്നില്ല. ഡൽഹി തെരഞ്ഞെടുപ്പ് കൂടി പ്രഖ്യാപിച്ചതോടെ പരസ്യമായ വാദപ്രതിവാദങ്ങളും ഇതിനോടകം തന്നെ രൂക്ഷമായിട്ടുണ്ട്. കോൺഗ്രസ് മുൻകൈയെടുത്ത് മുന്നണി ശക്തമാക്കണമെന്ന് സഖ്യ പാർട്ടികൾ ആവശ്യം ഉന്നയിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഡൽഹിയിൽ കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും പരസ്യമായ വാക്പോരിലാണ്. തൃണമൂലും ശിവസേനയും സമാജ്വാദി പാർട്ടിയും ആം ആദ്മി പാർട്ടിക്ക് പിന്തുണ പ്രഖ്യാപിച്ചു. ഇടതു പാർട്ടികൾ ചിലയിടത്ത് ഒറ്റയ്ക്ക് മത്സരിക്കുന്നു. ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലം വന്ന ശേഷം ഒരു തവണ പോലും ഇന്ത്യ മുന്നണി യോഗം ചേർന്നിട്ടില്ല. മഹാരാഷ്ട്രയിൽ NCP ശരത് പവാർ പക്ഷവും ശിവസേനയും BJP മുന്നണിയോട് അടുക്കുന്നുവെന്ന വിവരവും പുറത്തു വരുന്നുണ്ട്. എന്നിട്ടും ഇന്ത്യ സഖ്യത്തെ ശക്തിപ്പെടുത്താനുള്ള ഇടപെടലുകളൊന്നും വലിയ കക്ഷിയായ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല. അത് സഖ്യപാർട്ടികൾ പൊതുമധ്യത്തിൽ പറയുകയും ചെയ്യുന്നു. इंडिया ब्लॉक बचाने की जिम्मेदारी कांग्रेस पार्टी की है। लोकसभा चुनाव के बाद इंडिया ब्लॉक की एक भी मीटिंग हुई नहीं है। इंडिया ब्लॉक का कन्वीनर नहीं घोषित कर सके। ऐसा नहीं होना चाहिए। മുന്നണിയിൽ പ്രശ്നങ്ങളുണ്ട് എന്ന് ഡൽഹിയിലെ സംഭവങ്ങൾ ചൂണ്ടിക്കാട്ടി CPI ജനറൽ സെക്രട്ടറി D രാജ വ്യക്തമാക്കി. ലോക്സഭാ തിരഞ്ഞെടുപ്പിന് വേണ്ടി മാത്രമുള്ളതായിരുന്നു ഇന്ത്യ സഖ്യമെന്ന് കഴിഞ്ഞ ദിവസം RJD നേതാവ് തേജസ്വി യാദവ് പറയുകയും ചെയ്തു. അങ്ങനെയെങ്കിൽ പിരിച്ചുവിടണമെന്ന് ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള അഭിപ്രായപ്പെട്ടു. പാർലമെന്റ് സമ്മേളിക്കുമ്പോൾ മാത്രമാണ് ഇന്ത്യ സഖ്യത്തിലെ പാർട്ടികൾ തമ്മിൽ പരസ്പരം ഒരു ചർച്ചയെങ്കിലും നടക്കുന്നത്. തിരഞ്ഞെടുപ്പിന് മാത്രമുള്ള ഒരു മുന്നണി എന്നതിനപ്പുറം രാഷ്ട്രീയ സഖ്യമായി ഇന്ത്യ സഖ്യത്തെ മാറ്റണമെന്ന് പല പാർട്ടികൾക്കും ആഗ്രഹമുണ്ട്. ഡൽഹിയിൽ നിന്ന് അനൂപ് ദാസ്, മാതൃഭൂമി ന്യൂസ്.